നമസ്കാരം സുഹൃത്തുക്കളെ, PSC ഇന്ന് നടത്തിയ സൂപ്രണ്ട് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയിൽ ചോദിച്ച GK ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു എക്സാം നടന്നത്. ഞാൻ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് 5-year പ്ലാൻ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ ഉത്തരം വരുന്നത് 1ഉം 3ഉം ആണ്. 1ഉം 3ഉം. ആദ്യത്തെ പ്രസ്താവന എന്താ? പ്ലാൻ അഡ്രസ്ഡ് മെയിൻലി ദ അഗ്രേറിയൻ സെക്ടർ ഇൻക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡാംസ് ആൻഡ് ഇറിഗേഷൻ. പ്രധാനമായും അണക്കെട്ടുകളിലും അതുപോലെ ജലസേചനത്തിലും നിക്ഷേപം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയെ സംബോധന ചെയ്ത പദ്ധതിയായിരുന്നു ഇത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, KN രാജ്, എ യങ് എക്കണോമിസ്റ്റ് ഇൻവോൾവ് ഇൻ ഡ്രാഫ്റ്റിംഗ് ദ പ്ലാൻ. പദ്ധതി തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ ഒരു യുവ സാമ്പത്തിക വിദഗ്ധനായിരുന്നു KN രാജ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നമാമി ഗംഗ പ്രോഗ്രാമിന്റെ മെയിൻ പില്ലേഴ്സ് എന്തൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മെയിൻ പില്ലേഴ്സ് ഓഫ് ദ നമാമി ഗംഗ പ്രോഗ്രാം? ബയോഡൈവേഴ്സിറ്റി, അഫോറസ്റ്റേഷൻ, റിവർ സർഫസ് ക്ലീനിങ്. ഇത് മൂന്നും കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി എബോവ്. ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി, അഫോറസ്റ്റേഷൻ വനവൽക്കരണം, റിവർ സർഫസ് ക്ലീനിങ് നദി ഉപരിതല ശുചീകരണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ദ യമുന, ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദ ഗംഗ. ഗംഗയുടെ ഏറ്റവും നീളമേറിയ പോഷക നദിയാണ് യമുന. ദ മഹാനന്ദ ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ പോഷക നദിയാണ് മഹാനന്ദ. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഓഫ് സോയിൽസ്? മണ്ണിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അലൂവിയൽ സോയിൽസ് ആർ വൈഡ് സ്പ്രെഡ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ് ആൻഡ് ദ റിവർ വാലീസ്. വടക്കൻ സമതലങ്ങളിലും നദീതടങ്ങളിലും എക്കൽ മണ്ണ് വ്യാപകമാണ്. ശരി. ബ്ലാക്ക് സോയിൽസ് കവേഴ്സ് മോസ്റ്റ് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റ്യൂ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും എന്താണ്? ബ്ലാക്ക് സോയിൽ ആണ്, കറുത്ത മണ്ണാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ട്രൂ? ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. PC മെഹ്ലനോബിസ് എസ്റ്റാബ്ലിഷ് ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. PC മെഹ്ലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. PC മെഹ്ലനോബിസ് സ്റ്റാർട്ടഡ് എ ജേർണൽ സാങ്ഖ്യ എന്ന ജേർണൽ ആരംഭിച്ചതും PC മെഹ്ലനോബിസ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിന് ആദ്യത്തെ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. എ ഫോൾ ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് എ കറൻസി ഇൻ ടേംസ് ഓഫ് അതർ കറൻസീസ് ഈസ് കോൾഡ് ഡീവാല്യുവേഷൻ. മറ്റ് കറൻസികളുടെ അടിസ്ഥാനത്തിൽ ഒരു കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്ന വിനിമയ നിരക്കിലെ ഇടിവിനെയാണ് എന്ത് പറയുന്നത്? ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത്. എ സസ്റ്റെയിൻഡ് റൈസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. പൊതു വില നിലവാരത്തിലെ തുടർച്ചയായ വർധനവിനെയാണ് എന്ത് പറയുന്നത്? പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 2ഉം ശരി. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, വൈകുണ്ഠസ്വാമികൾ വാസ് ദ ഫസ്റ്റ് ടു മേക്ക് കോൺസെക്രേഷൻ കണ്ണാടി പ്രതിഷ്ഠ ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ശരിയാണ്. ദ ഫേമസ് സേയിങ് ഓഫ് ശ്രീനാരായണ ഗുരു വാസ് വൺ കാസ്റ്റ് വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ മാൻ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ വചനമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അപ്പൊ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ D ആണ് ഉത്തരം. അടുത്ത ചോദ്യം, എ ലിസ്റ്റ് ഓഫ് സിവിൽ റൈറ്റ്സ് ഇൻ മൂവ്മെന്റ്സ് ഈസ് ഗിവൺ ബിലോ. ചൂസ് ദ കറക്റ്റ് മാച്ച്. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ 2 ആണ് ശരി. കല്ലുമാല അജിറ്റേഷൻ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ മന്നത്ത് പത്മനാഭൻ.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? 1 ഉം 3 ഉം ആണ് ശരിയായിട്ടുള്ളത്. പൂർണ്ണ സ്വരാജ് അക്സെപ്റ്റഡ് ആസ് കോൺഗ്രസ് ഗോൾ അറ്റ് ലാഹോർ കോൺഗ്രസ്. ലാഹോർ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വരാജ് ആയിരുന്നു. ജിന്ന കോൾഡ് ഫോർ എ ഡയറക്റ്റ് ആക്ഷൻ ഡേ ടു പ്രസ് ദ മുസ്ലിം ലീഗ്സ് ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ എന്ന ആവശ്യത്തിനെ ജിന്ന നേരിട്ടുള്ള പ്രവർത്തന ദിനത്തിന്, അതായത് ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. കോൺഗ്രസ് ഫോംസ് ഇന്ററിംഗ് ഗവൺമെന്റ് വിത്ത് നെഹ്റു ആസ് ദ വൈസ് പ്രസിഡന്റ്. നെഹ്റു വൈസ് പ്രസിഡന്റായി കോൺഗ്രസ് ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നു. ക്യാബിനറ്റ് മിഷൻ പ്രസൻസ് സ്കീം ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇന്ററിംഗ് ഗവൺമെന്റ് അറ്റ് ദ സെന്റർ. കേന്ദ്രത്തിന് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സ്കീം അവതരിപ്പിച്ചത് ക്യാബിനറ്റ് മിഷനാണ്. ജിന്ന ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി മുഹമ്മദ് അലി ജിന്ന തെരഞ്ഞെടുക്കപ്പെട്ടു. The Serang used a dash rope to secure the boat to the dock. ഇവിടെ ഉത്തരം വരുന്നത് thick old nylon. Thick old nylon. The idiom to howl over the coals means. To howl over the coals എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? To speak angrily എന്നതാണ്. To speak angrily. Choose the correct question tag to fill up the blank. Don't be late dash. Question tag എന്താണ്? Will you ആണ്. Will you. Find the correctly spelt word. ഇവിടെ correctly spelt word manure എന്നെങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. MANOEUVRE. Choose the correct one word for a person or thing that is the center of attention. Center of attention എന്നുള്ളതിന്റെ one word cynosure ആണ്. Cynosure. Convert into passive voice. Let him try this. ഇതിന്റെ passive voice എന്താണ്? Let this be tried by him. Let this be tried by him. Adolescents easily dash peer pressure. Choose the appropriate phrasal verb from below to complete the sentence. ഉത്തരം ഓപ്ഷൻ ബി ആണ്. succumb to. Which of the following sentence is correct? ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ്? The jury were divided in their opinion regarding the film selected for the award എന്നുള്ളതാണ്. The director as well as the staff dash eagerly waiting for the new project. As well as യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബാണ് വാസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൈൻ ക്വാ നൺ? ഇതിന്റെ മീനിങ് എന്താണ്? എ തിങ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. എ തിങ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. ഓക്കെ, അപ്പോൾ 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളും 10 GK ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നേ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.